ഹൈബ്രിഡ് റോഗ് ഫോർ 2026 നിസാന്റെ ലൈനപ്പിൽ കേൾക്കാത്തൊരു വാക്കാണ് ഹൈബ്രിഡ് അല്ലെങ്കിൽ പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. പക്ഷേ 2026 മുതൽ നിസാന്റെ റോഗിൽ ഹൈബ്രിഡ് PHEV ഓപ്ഷനും കൂടി അവൈലബിൾ ആണ്. ഇതൊരു ഗ്രൗണ്ട് അപ്പ് പുതിയ വാഹനമൊന്നുമല്ല. യൂറോപ്പിലൊക്കെ കിട്ടുന്ന പോലെ നിസാന്റെ റോഗ് മൈൽഡ് ഹൈബ്രിഡ് അല്ല ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പകരം നിസാൻ മിറ്റ്സുബിഷി ഔട്ട്ലാൻഡർ അതേപടി ഇങ്ങോട്ട് എടുത്ത് റീബാഡ്ജ് ചെയ്ത് PHEV എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അവന്മാർക്ക് ചേഞ്ച് വേണോത്രേ. നിസാനും മിറ്റ്സുബിഷിയും വളരെ കാലമായിട്ട് തന്നെ പാർട്ട് ഷെയറിംഗ് ഒക്കെ നടന്നു വരുന്നതാണ്. ഈ ഒരു കാറ്റഗറിയിൽ തന്നെ 7 സീറ്റർ ഓപ്ഷൻ ആയിട്ടാണ് മിറ്റ്സുബിഷി ഔട്ട്ലാൻഡർ കൊടുത്തിരുന്നത്. അത് മാത്രമല്ല നല്ല ഹൈബ്രിഡ് ആൻഡ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ മിറ്റ്സുബിഷിയുടെ സെയിൽസ് ചാർട്ട് തന്നെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തൊരു മോഡലായിരുന്നു ഔട്ട്ലാൻഡർ എന്നുള്ളത്. 61 കിലോമീറ്ററോളം EV റേഞ്ച് തന്നെയുള്ള ഈ വാഹനമാണ് ഇനി നിസാന്റെ കീഴിൽ PHEV റോഗ് ആയിട്ട് 2026 മുതൽ അവൈലബിൾ ആകാൻ പോകുന്നത്. EV മോഡൽസ് ആയിട്ടുള്ള ലീഫിലും ആര്യയിലും ഒക്കെ ആയിരുന്നു നിസാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഹൈബ്രിഡ് ആണ് ഇനിയുള്ള കാലത്തിൽ ആൾക്കാർ കൂടുതൽ ആവശ്യപ്പെടുന്നതെന്നുള്ള ഒരു വസ്തുത നിസാൻ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഹൈബ്രിഡ് അല്ലെങ്കിൽ PHEV സെഗ്മെൻറ്റിലേക്ക് ഈ ഔട്ട്ലാൻഡറിൻ്റെ വരവ് നല്ലൊരു ബൂസ്റ്റ് തരും എന്നുള്ളതിൽ ഒരു സംശയമില്ല.